പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCRT-യിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജനാധിപത്യ ഭരണക്രമത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് നിർണായകമായിട്ടുള്ള പങ്കാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിർവചൻ വചൻ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത്. നിർവചൻ വചൻ ഇവിടെ നിർവചൻ വചന്റെ ആസ്ഥാനത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അതിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. നിർവചൻ സദൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും അനിവാര്യവുമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് എന്ത് രൂപീകരിച്ചത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്. 1950 ജനുവരി 25-ന് അനുച്ഛേദം 324 പ്രകാരമാണ് രൂപീകരിച്ചത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടാതെ 2 കമ്മീഷണർമാരും ചേരുന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ അംഗങ്ങൾ എത്രയാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. 2 കമ്മീഷണർമാരും ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോ നിയമിക്കുന്നത് രാഷ്ട്രപതി. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സുവരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ് ഔദ്യോഗിക കാലാവധി. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രസ്താവനയൊക്കെ ആയിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അപ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM-ന്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. 1982-ൽ കേരളത്തിലെ പറവൂർ നിയമസഭ മണ്ഡലത്തിലാണ് അവിടെയുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അപ്പോൾ എവിടെയാണ് ആദ്യമായിട്ട് പരീക്ഷിച്ചതെന്ന് ചോദിച്ചാൽ 1982-ലെ കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ. 2004-ലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. അപ്പോൾ ഏത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് EVM 543 മണ്ഡലങ്ങളിലും ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ 2004-ലെ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണുള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമുക്കറിയാം VVPAT സംവിധാനവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റിംഗ് ട്രയൽ എന്നാണ് ഈ സംവിധാനത്തിന്റെ ഫുൾ ഫോം. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. VVPAT. നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 18 വയസ്സാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നമുക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മറ്റു ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. മറ്റൊന്ന്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം എന്നിവയൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. പെരുമാറ്റച്ചട്ടങ്ങളും പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശക പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതി നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങളും പരിഹരിക്കൽ, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. ഇത്രയും ചുമതലകൾ കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അപ്പൊ ഈ ചുമതലകളൊക്കെ പഠിക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 1950-ലെയും 51-ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവചിക്കുക, അതേപോലെ ഈ തിരഞ്ഞെടുപ്പ്
സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും നല്ല നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങളാണ് ഈ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. 327 വകുപ്പ് അനുസരിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്നു. ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ജനപ്രാതിനിധ്യ നിയമം 1950. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകളാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഈ നിയമം അനുസരിച്ച് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണ്. അതേപോലെ നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും നിയമം അനുശാസിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് നിയമം അനുശാസിക്കുന്നു. അടുത്തത് നിയോജക മണ്ഡലങ്ങളുടെ വിഭജനവും പുനർനിർണയവും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അടുത്ത നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം 1951. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951ലെ ജനപ്രാതിനിധ്യ നിയമം. ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അതേപോലെ അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. അപ്പൊ 50ലെ നിയമത്തിലെ എന്താണ് പറയുന്നത്? നിയമനത്തെ പറ്റി പറയുന്നു. യോഗ്യതയും ചുമതലകളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് 51ലെ നിയമത്തിലാണ്. അതേപോലെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകളും അയോഗ്യതകളും പറഞ്ഞിട്ടുള്ളത് ഈ നിയമത്തിലാണ്. ഈ നിയമത്തിൽ രാഷ്ട്രീയ പാർട്ടികളും രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ രജിസ്ട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഈ നിയമത്തിൽ പറയുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ദേശീയ പാർട്ടി, അതേപോലെ പ്രാദേശിക പാർട്ടി ഈ പദവികൾ ലഭിക്കണമെന്നുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ 50ലെയും 51ലെയും നിയമങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. 2011 മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്. 1950 ജനുവരി 25 നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. അതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ട്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതി അറിയാമല്ലോ. 73 എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജും 74 നഗരപാലിക നിയമവുമാണ്. അപ്പോൾ ഈ നിയമ ഭേദഗതികളിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 324 പ്രകാരമാണ് എന്ത് നിയമം വന്നിട്ടുള്ളത്?
നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വന്നിട്ടുള്ളത് 324 പ്രകാരം. അതേസമയം 73, 74 നിയമ ഭേദഗതികളിലൂടെയാണ് എന്ത് വന്നിട്ടുള്ളത്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ടുള്ളത്. അപ്പോ ഭരണഘടനയുടെ 243 243 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണിത് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, അതേപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരളത്തിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നിയന്ത്രണവും ഒക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സുകുമാർ സെൻ. അപ്പൊ ഇത്രയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പുതിയ SCERT പറഞ്ഞിട്ടുള്ളത്.